ഈ ട്രംപ് ലോകത്തിന് മൊത്തത്തിലെ തന്നെ ഒരു കുഴപ്പക്കാരനാണ്. വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി ആൾക്കാരെ തന്നെ പലതരത്തിലും ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചില നീക്കമൊക്കെയാണ് നടത്തിയത്. ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ് അറിയുന്നത്. എന്തായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ പിന്നിൽ? വലിയ ഉദ്ദേശങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. പാകിസ്ഥാനെ മാത്രം പിടിച്ചുകൊണ്ട് ഏഷ്യയിൽ അവർക്കൊരു ശക്തമായി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചറിവ് ട്രംപിന് ഉണ്ടായിരുന്നു, പെൻറ്റഗണിനും ഉണ്ടായിരുന്നു. പക്ഷേ തൽക്കാലത്തേക്ക് നിവൃത്തിയില്ല. ഇന്ത്യയെ വിരട്ടി തങ്ങളുടെ ചേരിയിലാക്കുന്നവരെ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുമ്പം, ശത്രുവിൻ്റെ കൂടെ നിൽക്കുമ്പം പിന്നെ എതിരാളിക്ക് ഒരു ഭയം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. പക്ഷേ ഇന്ത്യ വഴങ്ങിയില്ല. ഇന്ത്യ കീഴടങ്ങാതെ ട്രംപിനെതിരായിട്ട് നിൽക്കുന്ന പോലെ തന്നെ നിന്നു. എന്നാൽ ട്രംപിനെതിരായി ഒന്നും പറഞ്ഞുമില്ല. അതേസമയം റഷ്യ, ഇന്ത്യ, ചൈന ഒരു അച്ചുതന്നെ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം അതൊക്കെ ട്രംപിനെ വളരെയധികം കോപിപ്പിക്കുകയും അങ്ങനെ ചെയ്താൽ ഞാൻ അതിനേക്കാൾ അപ്പുറം ചെയ്ത് കളയെന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല. ഇന്ത്യക്ക് ഈ സാങ്ഷനുകളൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ളത് പണ്ടേ അമേരിക്കയ്ക്ക് അറിയാം. എന്നാൽ ഇപ്പോൾ കുറേ കൂടെ ബോധ്യമായി. കാരണം ഇവിടെ മുട്ടുസൂചി മുതൽ റോക്കറ്റ് വരെ ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ടേ പറയാറില്ലേ, അതൊക്കെ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും, ഉണ്ടാക്കും. അപ്പോൾ സ്വയം പര്യാപ്തതയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിനെ പെട്ടെന്ന് സാങ്ഷൻസ് കൊണ്ട് മാത്രം പൂട്ടാൻ പറ്റില്ല. ബുദ്ധിമുട്ടിലാക്കാം തീർച്ചയായിട്ടും. ഇന്ത്യയെ പൂട്ടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചറിവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ത്യയെ കൂടെ നിർത്തണം, ഇന്ത്യയെ കൂടെ നിർത്തണം. ഏഷ്യ എന്ന ഒരു ഭൂഖണ്ഡത്തിൽ ചൈന എന്നൊരു ശക്തി അവർ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിലും അവർക്ക് ഒരുപാട് വിപത്തുകൾ വരുത്താൻ കഴിയും. സൈനികമായിട്ട് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് വ്യാവസായികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും ചൈനയുടെ കയ്യിലുണ്ട്. ഇപ്പം ചൈന എന്നും അമേരിക്കയ്ക്ക് ഒരു ശത്രുവായിരിക്കും. പക്ഷേ ഒരു 4-5 വർഷം കഴിയുമ്പോൾ അമേരിക്കയെ ഓവർടേക്ക് ചെയ്ത് ലോകത്തെ ഏറ്റവും വലിയ പവർഫുൾ രാഷ്ട്രം ചൈനയായി കൂടായികയില്ല, സൈനികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും. അപ്പം ആ ഒരു മുന്നേറ്റം തടുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു സ്വപ്നമാണ്. കാരണം തങ്ങളുടെ സുപ്രീമസി പോയി കഴിഞ്ഞാൽ തീർന്നു, ഡോളർ ഉൾപ്പെടെ താഴോട്ട് പോകും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പം അതിൻ്റെ മുഴുവൻ പാപഭാരം ട്രംപിന് വരും എന്നുള്ളതും അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുമായിട്ടൊരു കൂട്ടുകെട്ട് വേണം എന്നത്. അത് നെതന്യാഹുവിൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണ്. അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകരുത് എന്നുള്ളത് നെതന്യാഹുവിൻ്റെയും ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ആഗ്രഹമാണ്. അപ്പോൾ അവരും അതിൻ്റെ പിന്നിൽ ഉണ്ട്. ഇസ്രായേൽ ഇന്ത്യ ശക്തി കൂടാൻ പോവുകയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ഇന്ത്യ ആയിരിക്കും ലോകത്തെ ഏറ്റവും വലിയ ഒരു ഭാവിയിലെ ശക്തമായ കൂട്ടുകെട്ടായിട്ട് വരിക. അത് ചൈനയ്ക്കും ഭീഷണിയാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ വരുമ്പോൾ അമേരിക്കയെ കൂടെ അതിൻ്റെ ഭാഗമാക്കണം എന്നുള്ളത് ഇസ്രായേലിന് നിർബന്ധമുണ്ട്. ആ ഇസ്രായേലിൻ്റെ അത്തരം താല്പര്യങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇപ്പോൾ വരുന്നത്. ഇന്നലെ വരെ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപും അതുപോലെ തന്നെ മാർക്കോ റൂബിയോ അടക്കമുള്ള അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി, പിന്നെ JD വാൻസിന് മുമ്പേ നമ്മളോട് ചെറിയ താല്പര്യമുണ്ട്. വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഭാര്യ ഇന്ത്യക്കാരിയാണ്. അതുകൊണ്ട് മാത്രമല്ലാതെയും അദ്ദേഹത്തിന് ഒരു സോഫ്റ്റ് കോർണർ ഇന്ത്യയോടുണ്ട്. അപ്പോൾ പൊതുവിൽ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിലൊരു മനംമാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി അവിടെ ചെന്നുണ്ടാക്കിയ ഒരു സന്ധിയാണോ. G7 രാഷ്ട്രങ്ങൾക്കിടെ ഉച്ചകോടിക്കിടയിൽ ഒരു സംഭാഷണം നടന്നല്ലോ ട്രംപുമായിട്ട്. അതായത് ഇന്ത്യ ഒരു റിഫൈനറി ശക്തിയായി മാറും എന്ന് മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നു. ശക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരുപക്ഷെ ഓയിൽ റിഫൈനറി ആയിട്ട് ഇന്ത്യയെ ഉപയോഗിച്ചേക്കാം. അമേരിക്കയുടെ ക്രൂഡായിട്ടുള്ള പല പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇവിടുന്ന് ശുദ്ധീകരിച്ച് വിൽപ്പന നടത്തുന്ന ഒരു കേന്ദ്രമാക്കാൻ കൂടി അവർക്ക് പ്ലാൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി. കാരണം അവർ അത്തരത്തിലുള്ള വ്യാപാര കേന്ദ്രവും കൂടെ അവർ നോക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ വാറിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് പശ്ചിമേഷ്യ പിടിമുറുക്കുക എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ കൺട്രോൾ വരണം. അതായത് ഇന്നത്തെ സാമ്പത്തിക ഊർജ സ്രോതസ്സുകളുടെ മുഴുവൻ കേന്ദ്രം പശ്ചിമേഷ്യയാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ ശക്തിയിലേക്ക് അമേരിക്ക യുദ്ധവും കൊണ്ടുവന്ന് അവർക്ക് പിടിമുറുക്കാൻ കഴിയുകയും വേണം. അങ്ങനെ പിടിമുറുക്കുന്ന സന്ദർഭത്തിൽ ഓയിൽ റിഫൈനറി അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോലുള്ളൊരു രാഷ്ട്രത്തിൻ്റെ സഹായം വേണം, നമ്മളെപ്പോലുള്ളൊരു സൈനിക ശക്തിയുടെ സഹായം വേണം, നമ്മളെപ്പോലുള്ളൊരു ജിയോ പൊളിറ്റിക്കൽ പവറിൻ്റെ പ്രാതിനിധ്യം ഉണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് ട്രംപ്
ഇപ്പോൾ എഴുന്നള്ളുന്നത്. ഇത് ഇന്ത്യക്കും ഒരു പക്ഷേ ഗുണമായിട്ട് തന്നെ വരും. കാരണം നമുക്ക് എന്നും റഷ്യയെ ആശ്രമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ തന്നെ റഷ്യയെ അടിച്ച് തകർക്കുന്ന വിധത്തിലാണ് ഉക്രൈൻ്റെ ആക്രമണം നടന്നത്. റഷ്യൻ കേന്ദ്രങ്ങളെല്ലാം കയറി അടിച്ച് നാശമായി കളഞ്ഞു. വലിയ നാശനഷ്ടമാണ് റഷ്യയിൽ വരുത്തിയിരിക്കുന്നത്. ഇതെങ്ങനെ സാധിച്ചു? ഇത്രയുള്ള കോഴിമുട്ട വലിപ്പമുള്ളൊരു ഉക്രൈന് സാധിക്കുമോ? അത് തീർച്ചയായിട്ടും അമേരിക്കയും നാറ്റോ കൺട്രീസും ചേർന്ന് നടത്തിയിരിക്കുന്ന ആക്രമണമാണ്. അല്ലാതെ ഒരിക്കലും ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് തോൽപ്പിച്ചു എന്ന് പറയുന്ന പോലെയാണത്. ഒരിക്കലും കഴിയില്ല ഉക്രൈൻ അങ്ങനെ ഒരു റഷ്യയെ തകർക്കുന്ന ഒരു ആക്രമണം. പിന്നിൽ വലിയൊരു ശക്തി വേറെ ഉണ്ടെന്നുള്ളത്. യൂറോപ്പ് മൊത്തം ഉണ്ട്, അമേരിക്കയും ഉണ്ട്. നാറ്റോ ശക്തികൾ അവിടെ ഭയങ്കരമായിട്ട് നേരിട്ട് ഇറങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർ കൊടുക്കുന്നുണ്ട്. ആയുധവും ശക്തിയും ചൈതന്യവും എല്ലാം കൊടുത്തുകൊണ്ട്, സ്ട്രാറ്റജിയും എല്ലാം കൊടുത്തുകൊണ്ട് റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യ പൂർണ്ണമായും കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദുർബലമാക്കി നിർത്താൻ ഈ യുദ്ധങ്ങൾ കൊണ്ടൊക്കെ കഴിയും. അപ്പോൾ റഷ്യയെ നമുക്ക് എന്നും ലോകത്തെ ഒരു ശക്തിയായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ ഒക്കില്ല. പിന്നെ ഉള്ളത് ചൈനയാണ്. ചൈനയെ നമുക്ക് അമ്പിലും വില്ലിലും വിശ്വസിക്കാൻ ഒക്കില്ല. ചൈനക്കാരൻ ഇന്ന് വരെ നമ്മളെ സഹായിച്ചിട്ടില്ല. ഇന്ത്യ ചീന ഭായി ഭായി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ ലക്ഷക്കണക്കിന് പട്ടാളക്കാരെ ഇങ്ങോട്ട് ഇറക്കി വിട്ട ആളാണ്. മനസ്സിലായില്ലേ? 10,000 ആദ്യം കയറി വന്നു, എന്നിട്ട് പറഞ്ഞ് 1,00,000 പേരെ വിടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ലാന്ന്. സത്യം പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിന് ഹാർട്ട് അറ്റാക്ക് വന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചൈനീസ് ആക്രമണം വന്നപ്പോഴേ അദ്ദേഹം പറഞ്ഞു മാവസത്തുങ്ങിനോടൊക്കെ ഇതൊക്കെ നമ്മൾ തമ്മിൽ വലിയ ബന്ധവും ശക്തിയൊക്കെ നിൽക്കുകയല്ലേ, ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല, ഒരു 10,000 അല്ല, ഞങ്ങൾക്ക് 1,00,000 പേരെ തോക്കും കൊടുത്ത് അങ്ങോട്ട് വിടുന്നതിനും വലിയ വിഷമമില്ല എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി നെഹ്റു. കാരണം വലിയ പാടുപെട്ട് ഇന്ത്യക്ക് നേടിയ സ്വാതന്ത്ര്യം ആദ്യത്തെ പ്രധാനമന്ത്രിയായ താൻ തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് അർത്ഥമുണ്ടോ? വളരെ ഖിന്നനായിരുന്നു അദ്ദേഹം, വിഷമത്തിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഒരു കാരണവും അതാണെന്നാണ് പൊതുവെ പറയുന്നത്. അത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത രാഷ്ട്രമാണ് ചൈന. അപ്പോൾ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. പിന്നെയും ഈ കച്ചവടവും പണമുണ്ടാക്കലും ഒക്കെ പറഞ്ഞ് ഈ അമേരിക്കയുടെയൊക്കെ കൂടി നിൽക്കുന്നതായിരിക്കും ലോകത്തിന് നല്ലത് എന്ന് ലോകക്രമം നോക്കുന്ന ആർക്കും തോന്നും. അപ്പോൾ ആ ഒരു ക്രമത്തിലേക്ക് ഇന്ത്യ മാറിക്കൂടായികയില്ല നേരെ ട്രംപ് നിൽക്കുകയാണെങ്കിൽ. ട്രംപിനും അങ്ങനെ ഒരു ഗുണമുണ്ട്. ബിസിനസ്സിൽ ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ട്രംപ് കുറേയൊക്കെ കൂടെ നിൽക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രംപിൻ്റെ സ്വഭാവം മാറും. പക്ഷേ ട്രംപിൻ്റെ കാലാവധി ഇപ്പോൾ തീരും, 3 വർഷം കൂടെ കഴിയുമ്പോൾ സംഗതി തീരും. എന്നാലും പുതിയ ഗവൺമെൻറ് വരുമ്പം ഈ അടിത്തറയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പല മാറ്റങ്ങളും വന്നുകൂടായില്ല. അപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ട്രംപിൻ്റെ വരവ്. അതോടൊപ്പം ഇസ്രായേൽ അതിൽ നിർണായകമായ റോൾ എടുക്കും, വഹിക്കുന്നുണ്ട്. അതിനി വഹിക്കുകയും ചെയ്യും, തുടർന്നും വഹിക്കും. ഇപ്പോൾ ഒക്ടോബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. നെതന്യാഹു ചിലപ്പോൾ തെറിച്ചു പോയേക്കാം, പറയാൻ പറ്റില്ല. നെതന്യാഹു അവിടെ ഇനിയും ഭരണാധികാരി ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അവിടെ വലിയ പ്രതിപക്ഷവും ഭരണപക്ഷത്തെ ഒരു വിഭാഗവും അവിടുത്തെ പഴയ ആർമി ചീഫ് ഒരാൾ വളരെ പോപ്പുലറായിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ആരാണ് ഇനി അവിടെ പ്രധാനമന്ത്രിയായി വരിക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അവർക്കും ഇന്ത്യയോട് ആഭിമുഖ്യമാണ്. ഇപ്പം മോദി അവിടെ ചെന്നപ്പോൾ വലിയ സ്വീകരണം കൊടുത്തപ്പം അവിടുത്തെ ഓപ്പോസിഷൻ എന്തോ ഒരു പ്രശ്നം പറഞ്ഞു. അപ്പോൾ ആ പ്രശ്നത്തിലും അവർ പാർലമെൻറ്റിൽ വന്ന് പറഞ്ഞെന്തറിയാം, ഞങ്ങൾക്ക് മോദിയോട് വിരോധമില്ല, മോദിയോട് ഞങ്ങൾക്ക് എല്ലാം അനുകൂലമാണ്. അദ്ദേഹത്തിന് സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുത്ത് എല്ലാവരും സ്വീകരിച്ചു. അദ്ദേഹത്തിന് കൊടുത്ത ബഹുമതി എല്ലാവരും കൂടെ ചേർന്നാണ് കൊടുത്തത്. അപ്പോൾ പ്രതിപക്ഷം വന്നാലും നാളെയും ഇസ്രായേൽ നമ്മുടെ കൂടെ നിൽക്കും. ഇസ്രായേൽ നിന്നാൽ അമേരിക്ക നമ്മുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. ഇപ്പം തന്നെ JD വാൻസും മാർക്കോ റൂബിയോയും തമ്മിലൊരു തർക്കം നടക്കുകയാണ്. ഇസ്രായേലിനെ പൂർണ്ണമായി നമ്മുടെ ഒപ്പം നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എന്ന് വെച്ചാൽ US-നൊപ്പം നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള നിരവധി അന്തർധാരകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ലോകക്രമം ഇനി പെട്ടെന്നൊന്നും 2 ശക്തികളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇന്ത്യക്കും ഒരുപക്ഷെ അമേരിക്കയെ കൂടുതൽ പിണക്കാതെ എന്നാൽ ചെറിയ ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് ഉള്ള ഒരു സൗഹൃദം സ്ഥാപിക്കുകയും ഈ ഓയിൽ റിഫൈനറിയൊക്കെ നമുക്ക് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ, എവിടുന്നും എണ്ണ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അതാണ് ഇന്ത്യയുടെ ഒരു പുരോഗതിയുടെ ഒരു കാരണം. നരേന്ദ്രമോദി വളരെ ബുദ്ധിമാനായിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. മാർവാടികളുടെ ബുദ്ധി അദ്ദേഹം അതിൽ പ്രയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലോകത്തെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇവിടെ കൊണ്ടുവരിക, നമ്മൾ എണ്ണ ഉൽപ്പാദിക്കുന്ന രാഷ്ട്രമല്ലോ, എന്നിട്ട് അത് കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് ലോകരാഷ്ട്രങ്ങൾക്ക് വിൽക്കുക, അങ്ങനെ ഇന്ത്യ ധനികരാവുക, ഇങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഇന്ത്യക്കകത്ത് നടന്നത്. അപ്പോൾ അതുപോലുള്ള പ്രവൃത്തികൾ ചെയ്ത് ഇന്ത്യയെ മുന്നിൽ കൊണ്ടുവരിക. അപ്പോൾ ഇന്ത്യ അമേരിക്കയുടെ ഒരു ശത്രു അല്ലാതെ ആകുന്നു. സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും മറ്റ് പൊളിറ്റിക്കലായിട്ടും ഇന്ത്യ അമേരിക്കയുടെ ഒരു ശത്രു അല്ലാതെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല.
പക്ഷേ അപ്പോൾ നമുക്ക് ചൈനയുടെ പ്രശ്നം കുറച്ചുകൂടെ ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ചൈനയെ അപ്പോൾ കൂടുതൽ സംശയത്തോടെ നമ്മൾ നോക്കും. എന്തായാലും ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല എന്നുള്ളൊരു സത്യവും അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ അടുത്ത ട്രംപിൻ്റെ വരവിനെ കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.